ഞാൻ നിനക്ക് വേണ്ടി ഇത്രമാത്രം കാശ് ചിലവാക്കുന്നില്ലേ? സ്കൂൾ ഫീസ് അടയ്ക്കുന്നില്ലേ? നീ പറയുന്നതെല്ലാം മേടിച്ചു തരുന്നില്ലേ? എന്നിട്ട് നീ എന്താ തിരിച്ച് ഞങ്ങൾക്ക് തരുന്നത്? പേരൻസ് തങ്ങളുടെ ആവലാതിയിൽ ചോദിച്ചു പോകുന്നതാവാം. പക്ഷെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ ചോദിക്കരുത്, അവൻ്റെ മനസ്സിടിഞ്ഞു പോകും. ഈ അടുത്ത് സ്കൂളുകളിലും മറ്റുമായി കുഞ്ഞുങ്ങളോട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, അവർക്കിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. സ്വന്തം വീടുകളിൽ അവരെ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് അവർ സ്നേഹമന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും പലയിടങ്ങളിൽ വീണുപോകുന്നതും. അതിലൊരാൾ എഴുതിയൊരു മെസ്സേജ് കൂടി വായിക്കാം. അച്ഛാ, എനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഭയമാണ്. മറ്റൊരാളെ ഫേസ് ചെയ്യാൻ ഭയമാണ്. ഇതിന് മാറുമോ എന്ന് പോലും അറിയില്ല. തന്നെ ഒരു കടയിൽ പോകാൻ അറിയില്ല, ജീവിക്കാൻ അറിയില്ല. ഒരു കഴിവുമില്ലാത്ത ശവമാണ് ഞാൻ സ്കൂളുകളിൽ പോയാലോ ഇല്ലെങ്കിലോ ആരും എന്നെ അറിയില്ല. ടീച്ചർമാർക്ക് എൻ്റെ പേര് പോലും അറിയില്ല. തനിച്ചിരുന്ന് ഒരുപാട് കരയും. എപ്പോഴും ദൈവത്തോട് ചോദിക്കും, എന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന്. എനിക്ക് ജീവിക്കണമെന്നില്ല അച്ഛാ, ഞാൻ ചാവും. ഞാൻ ഇങ്ങനെ ആകാൻ മെയിൻ റീസൺ എൻ്റെ പേരൻസ് ആണ്. ചെറുപ്പം മുതൽ എന്നെ എങ്ങോട്ടും വിടില്ല. ഒന്ന് കളിക്കാനോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒരിടത്തും വിടില്ല. മറ്റു കുട്ടികളുമായി എപ്പോഴും എന്നെ കമ്പയർ ചെയ്യും. അങ്ങനെ ചെറുപ്പം മുതൽ ടിവിയും ഫോണുമായി എൻ്റെ കുട്ടിക്കാലം. ആർക്കും ഉപകാരമില്ലാത്ത ഒരു മണ്ടൻ. എന്തിനാ ഇങ്ങനൊരു പാഴ്ജന്മം? കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കാം, ഏറ്റവും നല്ല ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നതിന് പുറമെ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പേരൻ്റ് ആവുക എന്നതാണ് പ്രധാനം. ഇത് കേൾക്കുമ്പോൾ തന്നെ പേരൻസ് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റുമോ? ജോലിക്ക് പോകണ്ടേ? നമ്മൾ വളർത്തുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെയാണ്. ജോലിക്ക് പോകുന്നത് വീടിൻ്റെ ആവശ്യമാണ്. ആ കുഞ്ഞിനു കൂടി ആ വീട്ടിലൊരു മൂല്യം കൊടുത്താൽ മതി. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി രാത്രി ആയാൽ പോലും 1 മണിക്കൂറെങ്കിലും അവരെ കേൾക്കാൻ സമയം കണ്ടെത്തണം. അവർക്ക് പറയാനുള്ളതെല്ലാം ആ ദിവസത്തിൽ നടന്നത് മുഴുവൻ കേൾക്കാൻ ക്ഷമയോടെ സമയം കൊടുക്കണം. എങ്ങനെ സമയം കൊടുക്കാനാ? നമുക്ക് ആ സമയം ഫോൺ നോക്കണം, വീട്ടിലെ പണി തീർക്കണം, അല്ലേ? ഈ ചെറു സമയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്കായി നൽകിയാൽ നമ്മൾ പറയുന്നത് പോലെയുള്ള വലിയ പ്രശ്നക്കാരൊന്നും അവരാവില്ല. ഒരു മയക്കുമരുന്നിലോ വെള്ളമടിയിലോ പെട്ടുപോകില്ല. പേരൻസും കുട്ടികളും തമ്മിൽ നല്ല ബോണ്ടിങ് ഉള്ളിടത്ത് ഈ പറയുന്ന അബ്യൂസസ് വരെ വളരെ കുറവായിരിക്കും. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ പേരൻസ് റിയാക്ട് ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവരെ ഉയർത്തിയെടുക്കുകയും ചെയ്യും. സ്വന്തം നെഞ്ചിൽ കൈവച്ച് എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എനിക്കറിയാം, അവരെന്നോട് ഉറപ്പായും പറയും എന്നുറപ്പുള്ള എത്ര പേരൻസ് ഉണ്ടെന്ന്. അതിന് സാധിച്ചാൽ ആസ് എ പേരൻറ്റ് നിങ്ങൾ വിജയിച്ചു.